ഈ പ്രാവശ്യത്തെ വെക്കേഷൻ അങ്ങോട്ട് കളറാക്കി. നമ്മുടെ പിള്ളേർക്ക് ആ ഒരു ആഗ്രഹം, നമ്മുടെ മണവാളച്ചക്കൻ വരുമ്പോൾ ആ ദിവസം ഒന്ന് അടിച്ചു വിളിക്കണമെന്ന്. ഞാൻ ഓർത്ത് എന്നാൽ ഒരു വെറൈറ്റി ആയിരിക്കട്ടെ, അബാധി പോയിട്ട് ഒരു 13 കിലോത്തിന് വലിപ്പമുള്ള ഒരു കോബിയ ഫിഷ് അങ്ങോട്ട് മേടിച്ച് നമ്മുടെ മോത, എന്നിട്ട് അവനെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് നല്ല മസാലയൊക്കെ അങ്ങോട്ട് ആദ്യം അങ്ങോട്ട് പുരട്ടി, എന്നിട്ടൊരു വാഴലയൊക്കെ പതുക്കെ ഒന്ന് വാട്ടിയെടുത്ത് ഒരു ഗ്രില്ല് പണിയിപ്പിച്ച്, ഒരു വലിയൊരു ഗ്രില്ല് പണിയിപ്പിച്ച്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ മീനിനെ ഇങ്ങനെ നന്നായിട്ട് പറഞ്ഞ് അതിന് ധന്യ അങ്ങോട്ട് ലീഡ് ചെയ്ത് കയറി. മീനെന്ന് പറഞ്ഞാൽ ധന്യൊക്കെ വീക്ക്നെസ്സാണ്, കണ്ട ചാടി വീഴും. അപ്പോൾ നമ്മുടെ ഗിഫിനും അവൻ പോർച്ചുഗലിൽ നിന്ന് അവനും എത്തിയിട്ടുണ്ടായി. രണ്ടുപേരും കൂടി മീനൊക്കെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് തീ മറ്റേ നമ്മുടെ ഇതങ്ങോട്ട് കത്തിച്ച്, നമ്മുടെ പോളൊക്കെ കത്തിച്ച് നല്ല ഗ്രില്ലിൽ വെച്ച് വാഴയിലൊക്കെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല സുഭിക്ഷമായിട്ടിരിക്കും. പിന്നെ സ്കോച്ച് വിസ്കിയല്ലേ ഇരിക്കണത്. അപ്പം പിള്ളേർക്ക് ആഗ്രഹം സ്മോക്കി അടിക്കണമെന്ന്. എന്നാൽ സ്മോക്കി അടിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവരുടെ രീതിയിൽ കുറേ ഉടായ്പ പരിപാടികൾ, സ്മോക്കി വിസ്കിയും ഫിഷും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിക്കൻ കാലും കയറ്റിയിട്ടുണ്ടായിരുന്നു. ഫിഷ് തികഞ്ഞില്ലെങ്കിലാന്ന് ഓർത്ത് പിന്നെ കുറച്ച് പടക്കം പൊട്ടിക്കലും ആഘോഷവും ആട്ടും പാട്ടുമായിട്ട് ഇങ്ങോട്ട് തകർത്ത്. അങ്ങനെ ചെറുക്കൻ്റെ വരവ് കല്യാണം ഈ പ്രാവശ്യം അങ്ങോട്ട് അടിച്ചു പൊളിച്ച് 30 ദിവസം, ഒരു മാസത്തെ ഹോളിഡേക്ക് വന്നിട്ട് 30 ദിവസം അടിച്ചു പൊളിയായിരുന്നു. ഒന്നും പറയണ്ട. ഇന്ന് തിരിച്ചിവിടെ സ്കോട്ട്ലൻഡിൽ എത്തിയിട്ടും അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല.